യേശുവിനെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ജീവിതത്തിന്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് പാടുപെടുന്ന സാഹചര്യത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായ ക്ലേശങ്ങൾ, കുട്ടികളുടെ രോഗദുരിതങ്ങൾ, അവരുടെ പഠനഭാരങ്ങൾ, നാളെ അവരെ എങ്ങനെ കരയെത്തിക്കുമെന്നുള്ള ചിന്താകുലങ്ങൾ, നാളെ എങ്ങനെ മുൻപോട്ട് ജീവിതത്തെ കൊണ്ടുപോകുമെന്നുള്ള നിങ്ങളുടെ ആദികൾ, മത്സര പരീക്ഷകളിലും മറ്റും പല പ്രാവശ്യം എഴുതിയിട്ടും പരാജയം അനുഭവിച്ചു കഴിയുന്നവരെ, ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്കിനി എങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതായ വിഷമത്തിലും ബുദ്ധിമുട്ടിലൂടെയും കഴിഞ്ഞു പോകുന്ന, ചിന്താകുലങ്ങളിലൂടെയും കഴിഞ്ഞു പോകുന്നതായ പ്രിയ സഹോദരങ്ങളെ, ഈ നിമിഷം നിങ്ങൾ വചനത്തെ നിങ്ങൾ ശ്രവിക്കുക. വേദപുസ്തകത്തിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നതായ കർത്താവിന്റെ വചനത്തോട് നിങ്ങൾ ചേർന്ന് നിങ്ങൾ അതിനെ ധ്യാനിക്കുക. തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. 1 പത്രോസ് 5-7 കർത്താവ് പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകളയുക. പത്രോസ് പറയുക, അവൻ നിങ്ങൾക്കായിട്ട് കരുതുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആകുല ചിന്തകളൊന്നും നിങ്ങൾക്കിനി വേണ്ട. നിങ്ങളുടെ ആകുല ചിന്തകളെല്ലാം നിങ്ങൾ കർത്താവിന്റെ മേൽ ഭരമേൽപ്പിക്കുക. നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ചുമടുകളും എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് അറിയാതെ നിങ്ങൾക്ക് യാതൊന്നും ജീവിതം സംഭവിക്കുകയില്ല. എല്ലാം കർത്താവ് അറിഞ്ഞു മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങളും ഞാനും ഭാരപ്പെടുന്നത്? പത്രോസ് പറഞ്ഞ 5-7 പറയുന്ന വചനങ്ങള്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. അതുകൊണ്ട് ഇനി നമുക്ക് ചിന്താകുലങ്ങൾ വേണ്ട, നാളെ കുറിച്ച് ആകുലതകൾ വേണ്ട. നമ്മള് ഈ കർത്താവിന്റെ ഈ വചനത്തെ നമ്മുടെ പ്രശ്നങ്ങളിൽ ആകുല ചിന്തകൾ നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവിന്റെ വചനത്തോട് ചേർന്ന് നിന്ന് ഈ വചനത്തെ നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ ധ്യാനിക്കുക. തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരു വലിയ വിടുതൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.